കേരളത്തിലെ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ ഈ ഒരു അക്രമവാസന കൂടാനുള്ള കാരണം സിനിമയാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യത്തെ ചോദ്യം, സിനിമ ആളുകളെ സ്വാധീനിക്കുമോ? തീർച്ചയായും സ്വാധീനിക്കും. നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ നമ്മളത് കണ്ട് ചിരിക്കുന്നുണ്ട്, നമ്മളിരുന്ന് കരയുന്നുണ്ട്. അതെവിടെ? നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരുടെ നടുവിൽ ഒരു പബ്ലിക് പ്ലേസിലിരുന്നാണ് നമ്മളൊരു മടിയും കൂടാതെ നമ്മളുടെ ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിക്കുന്നത്. നമുക്ക് സിനിമ കാണുമ്പോൾ ആ സിനിമയ്ക്കൊപ്പം, അതിലെ കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മളും അവരുടെ വികാരങ്ങളുടെ ഭാഗമാവുന്നുണ്ട്, നമ്മൾ അവരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ആ കഥാപാത്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിഷമവും സന്തോഷവും എല്ലാം വരുന്നുണ്ട്. സോ ഒരു സിനിമ എന്ന് പറയുന്നത് വ്യക്തികളെ സ്വാധീനിക്കുന്ന ഒരു കലാരൂപം തന്നെയാണ്. ഇനി ഇതിന് പുറമെ നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് സിനിമയിലെ ഹെയർ സ്റ്റൈലുകൾ, സിനിമാ താരങ്ങളുടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ അനുകരിക്കുന്നുണ്ട്. ഇനി സിനിമ വ്യക്തിക്ക് പുറമെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ നായകനായ അനിയത്തിപ്രാവ് എന്ന സിനിമ ഹിറ്റായതിനു ശേഷം കേരളത്തിൽ സ്പ്ലെൻഡർ ബൈക്കുകളുടെ ഡിമാൻഡ് കൂടിയിരുന്നു. കാരണം അതിലെ നായകനെ ആ ഒരു വാഹനത്തിൽ കണ്ട് അതിനെ അനുകരിക്കാൻ, അതുപോലെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കേരളത്തിലുള്ള ആൾക്കാർക്കും തോന്നലുണ്ടാവുകയും അതിനനുസരിച്ച് അവർ ആ വാഹനം തന്നെ തിരഞ്ഞെടുക്കാനുമൊക്കെ ഈ സിനിമയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ സിനിമ എന്ന് പറയുന്നത് എന്തായാലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തെറ്റാണ്. എല്ലാവരും ചോദിക്കുന്നത് കുട്ടികളിൽ ഈ ഒരു അക്രമവാസന ഉണ്ടാകാനുള്ള കാരണം സിനിമയാണോ എന്നതാണ്. പക്ഷേ ചോദിക്കേണ്ട ചോദ്യം അതല്ല, സിനിമ മാത്രമാണോ അതിന് കാരണം എന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, നമ്മൾ തിയേറ്ററിലിരുന്ന് കരയും ചിരിക്കും. പക്ഷേ എല്ലാ തിയേറ്ററിലും നമ്മൾ അങ്ങനെയല്ല പെരുമാറുന്നത്. നമുക്കറിയാം, പണ്ട് ബാൽക്കണിയും ഉള്ള തിയേറ്ററുകളായിരുന്നു. അപ്പോൾ ബാൽക്കണിയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയാം, അവരൊന്നും ചിരിക്കുകയില്ല, കൈയടിക്കുകയില്ല, കരയില്ല എന്നാണ്. സോ ബാൽക്കണിയിലാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയതെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ കൈയടിക്കുന്ന, നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന സീനുകളിൽ നമ്മൾ അത്തരത്തിൽ പ്രതികരിക്കില്ല. കാരണം നമുക്കൊരു നാണക്കേട് ഉണ്ടാവും. കാരണം നമ്മൾ മാത്രമായിരിക്കും അവിടെ കൈയടിക്കുക അല്ലെങ്കിൽ ചിരിക്കുക. ഇപ്പോൾ ആ ഒരു വ്യത്യാസം വരുന്നത് മൾട്ടിപ്ലസിലും സിംഗിൾ സ്ക്രീനിലും സിനിമ കാണുമ്പോഴാണ്. സിംഗിൾ സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ ചിരിയും കൈയടിയും ബഹളവും എല്ലാം ഉണ്ടാവും. പക്ഷേ മൾട്ടിപ്ലസിൽ അത്ര റെസ്പോൺസ് ഉണ്ടാവണമെന്നില്ല. സോ നമുക്ക് ചില സിനിമ വളരെ ശ്രദ്ധയോടുകൂടി ബഹളമില്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലസിൽ പോകും. പക്ഷേ ചില സിനിമ ആളും ആരവുമായിട്ട് തന്നെ കാണണം, അതിനുവേണ്ടി നമ്മൾ ഈ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിൽ പോകും. സോ ഇവിടെ നമുക്കറിയാം, ഒരാളുടെ ബിഹേവിയർ നമ്മളുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു ബിഹേവിയർ മാറുന്നുണ്ട്. ആ ബിഹേവിയർ മാറാൻ എന്താ കാരണം? ഇപ്പോൾ ഈ മൾട്ടിപ്ലസിൽ ഇരിക്കുന്നവനും കൈയടിക്കാനും ചിരിക്കാനും ബഹളം വയ്ക്കാനും അറിയാം. പക്ഷേ അവിടെ അവനത് ചെയ്യാത്തത് ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല, അവിടെ ഞാൻ ഒറ്റപ്പെടും, അതിൻ്റെ ഒരു നാണക്കേട് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇതേ ആൾ മറ്റൊരു ഇതിനെല്ലാം ഫ്രീഡമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. സോ ഇതിനെ നമുക്കൊരു ക്രൈമുമായിട്ട് ബന്ധപ്പെടുത്താം. ഒരു കുട്ടി മറ്റൊരാളെ തല്ലാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവനത് ഫ്രീഡമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവനത് ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ സിംഗിൾ സ്ക്രീൻ തിയേറ്ററാണ് ഈ ഒരു സിറ്റുവേഷനെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാം, അവനൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഇവനൊരു കനത്ത ശിക്ഷ കിട്ടും, അതിനൊരുപാട് പ്രത്യാഘാതങ്ങളുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബിഹേവിയർ മാറില്ലേ? അവൻ പിന്നെ നേരെ മൾട്ടിപ്ലസിലിരിക്കുന്ന ആളായിട്ട് മാറും. അവിടെ ഇരുന്ന് അവന് താല്പര്യമുണ്ടെങ്കിലും അവനങ്ങനെ ചെയ്യാൻ തോന്നിയാലും അവൻ സ്വയം നിയന്ത്രിച്ച് അവിടെ ഇരിക്കും. ഈ ഒരു നിയന്ത്രണം, ഈ ഒരു അദൃശ്യമായ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനമാണ്. നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ മാത്രമല്ല, ആ നിയമം പാലിക്കപ്പെടുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയും കൂടെ ഇതിൽ പെടും. സോ ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, ഈ ക്രൈം ചെയ്താൽ ഞാൻ എന്തായാലും പിടിക്കപ്പെടും, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും, ആ ശിക്ഷ വളരെ കഠിനമാണ്, അതുകൊണ്ട് ഈ ക്രൈം ചെയ്യുന്നതിൽ നിന്നും അയാൾ പിന്മാറും. സോ ഈ ഒരു പേടി, ഈ ഒരു ഫ്രീഡം ഇല്ലായ്മ ഇവിടെ ഉണ്ട് എന്ന ബോധ്യം വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഇവിടുത്തെ ഓരോ പൗരനും ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രൈം റേറ്റ് കുറയും. പക്ഷേ ഇയാൾ ചിന്തിക്കുന്നത്, ഇവിടെ എനിക്കൊരു ക്രൈം ചെയ്താൽ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാവുന്ന നിയമങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പണമോ സ്വാധീനമോ ഉപയോഗിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ അയാൾക്കുണ്ടെങ്കിൽ അയാൾക്കൊരു ക്രൈം ചെയ്യാനുള്ള തോന്നൽ വരുമ്പോൾ ഒരു മടിയും അയാൾക്ക് വരില്ല. സോ അയാൾ ഈ ഒരു മൾട്ടിപ്ലസിൽ നിന്നും നേരെ സിംഗിൾ സ്ക്രീനിലേക്ക് എത്തി
അവിടെ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും. സോ ഇവിടുത്തെ പ്രശ്നം, കുട്ടികൾ അക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു പ്രശ്നം പേടിയില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരാൾ ആക്രമിക്കാൻ പോകുമ്പോൾ രണ്ട് തരം പേടികളാണ് ഉണ്ടാവുക. ഒന്ന്, അയാൾ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷേ ആ ഒരു ഏജിൽ, ഒരു ടീനേജ് ഏജിൽ, നമ്മളും ടീനേജ് കടന്നു വന്ന ആൾക്കാരാണ്, നമുക്കറിയാം തിരിച്ച് രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് തല്ലണം എന്നുള്ളൊരു തോന്നലേ വരുള്ളൂ. സോ ഒരാളെ തല്ലാൻ പോകുമ്പോൾ തിരിച്ച് കിട്ടും എന്നുള്ളൊരു പേടി കാര്യമായിട്ട് ആ പ്രായത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ സിസ്റ്റത്തിന് പേടി ഉണ്ടെങ്കിലോ, അയാളെ ഞാൻ തല്ലിയാൽ അയാൾ തിരിച്ചടിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അതിന് ശേഷമുള്ള എൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ ക്രൈം ചെയ്യാൻ അവൻ മടിക്കും. പക്ഷേ എന്തുകൊണ്ടോ, നമ്മളുടെ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടോ, ഇവിടുത്തെ ശിക്ഷകളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ എഫിഷ്യൻസിയിൽ അവർക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ടോ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും അവരുടെ മൈൻഡിലേക്ക് വരുന്നില്ല, അവർ ക്രൈം ചെയ്യുന്നു. സോ ഇവിടെ സിനിമ മാത്രമല്ല കുറ്റം, ഇവിടുത്തെ സിസ്റ്റം ഇവിടെ ഒരു പ്രശ്നമാണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമത്തിനെ കുറിച്ചുള്ള ധാരണ, പൊതുജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും നിയമത്തിനെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മ, അവർക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് ഒരു വിശ്വാസമില്ലായ്മ. സിസ്റ്റം ഹൈലി എഫിഷ്യൻ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊരു പേടിയുണ്ടാവും. അവർക്ക് ഇവിടുത്തെ പോലീസിനെ ആണെങ്കിലും കോടതിയാണെങ്കിലും എഫിഷ്യൻ്റ് അല്ല, ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും, പെട്ടെന്നൊന്നും വിധി വരില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ ന്യൂസുകളിലൂടെ ഇവർക്ക് കിട്ടുന്നുണ്ട്. സോ അവർ ചിന്തിക്കുന്നത് ഇതൊന്നും എനിക്കൊരു പ്രശ്നമാവാൻ പോകുന്നില്ല. പിന്നെ ഇവർക്കുള്ള പിടിപാടുകൾ, ഇവർക്ക് സ്വാധീനം, പണത്തിൻ്റെ സ്വാധീനമോ രാഷ്ട്രീയ സ്വാധീനമോ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ഇവർക്ക് ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി അതുപോലെ സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് തോന്നും ഞാൻ ഇനി പെട്ടാലും എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അവർ ഇൻഫ്ലുവൻസ് വെച്ച് എന്നെ ഊരിക്കൊണ്ടുവരും. സോ അതിനും ഇവിടെ ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ക്രൈം ചെയ്യുന്നതിൽ നിന്നും ആളുകൾ മാറി നിൽക്കില്ല, അവർ ആ ക്രൈം ചെയ്യും. സോ ഇവിടെ കുറ്റക്കാർ നമ്മുടെ ഈ സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം പെടും. അതായത് നിയമപരിപാലനം, നിയമത്തിൽ നിന്ന് ഊരിപ്പോരാനുള്ള സാഹചര്യം, ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ വളരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ക്രൈം ചെയ്യാമെന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം ഇവിടുത്തെ സിസ്റ്റത്തിന് തന്നെയാണ്. ഇനി അടുത്ത കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു എൻവയോൺമെൻറ്റ് മാറുമ്പോൾ നമ്മുടെ ബിഹേവിയർ മാറുന്നു. ഒരു വ്യക്തിയുടെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അയാളുടെ കുടുംബമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് 8 വയസ്സിനുള്ളിലാണ്. ഈ ഒരു 8 വയസ്സിനുള്ളിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇയാളുടെ സ്വഭാവമാവുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ 8 വയസ്സിനുള്ളിൽ നടന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ഇയാൾ റിയാക്ട് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നു, ചില ആൾക്കാർ വല്ലാതെ ഇമോഷണൽ ആവുന്നു, ചില ആൾക്കാർ ഒട്ടും ഇമോഷണൽ അല്ല. ഇത്തരത്തിലെല്ലാ കാര്യങ്ങളും ഈ ഒരു 8 വയസ്സിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ 90s കിഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇവർക്ക് വീട്ടിൽ നിന്ന് കുറേ തല്ലുകിട്ടി വളർന്നതാണ്, അതുകൊണ്ട് അവരൊക്കെ നല്ല അച്ചടക്കമുള്ള ആൾക്കാരാണെന്നാണ്. പക്ഷേ ഈ തല്ലുകിട്ടി വളർന്നതിൽ തന്നെ ഒരുപാട് മെൻ്റൽ ട്രോമകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളുടെ കരിയറിലൊക്കെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പേപ്പറിൽ മാർക്ക് മേടിച്ചാൽ മതി, അത് പറഞ്ഞു നടന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ആ മാർക്ക് കിട്ടും. പക്ഷേ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിനെ നമുക്ക് സ്വയം മാർക്കറ്റ് ചെയ്യാനും കൂടെ അറിയണം. അത് കഴിവുള്ള വേറെ ആളായിരിക്കും. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അത് വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ നമ്മളെ വളർത്തിയ രീതിയിൽ നമുക്ക് പറ്റിയതാണ്. നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കാം. ഇതെല്ലാം നമുക്ക് ചെറുപ്പകാലത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടർ പിന്നീട് ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ ട്രിഗർ ആവുകയും ആ രീതിയിലാണ് ആ സിറ്റുവേഷനോട് നമ്മൾ പ്രതികരിക്കുക. ഇത് തന്നെയാണ് ഇവിടെയും പ്രശ്നം. ഈ കുട്ടികൾ, ഇപ്പോൾ ഈ പറയുന്ന പരസ്പരം ആക്രമിക്കുന്നു എന്ന് പറയുന്ന കുട്ടികൾ, ഇവർ വളർന്നു വരുന്ന അറ്റ്മോസ്ഫിയർ, അവരുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, ഇവരുടെ സ്വഭാവ രൂപീകരണം ഈ 8 വയസ്സിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവരുടെ പാരൻസ് തന്നെയാണ്. ഈ പാരൻസ് എന്താ ചെയ്യുന്നത്? പാരൻസ് പറയുന്നത് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യരുത്. ഈ പാരൻ്റ് അത് എങ്ങനെയാണ് പറയണേ? അയാൾ ഫോണിൽ കൂടെ ഇങ്ങനെ അയാളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെയോ അമ്പല കമ്മിറ്റിയുടെയോ പള്ളി കമ്മിറ്റിയുടെയോ ഒക്കെ ഗ്രൂപ്പിലെ കാര്യങ്ങൾ നോക്കി പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മക്കളോട് പറയുന്നു നീ ആ ഫോൺ മാറ്റി വെച്ചാൽ. ഇതേപോലെ ഇവരെ ചെറുപ്പത്തിൽ തന്നെ ഇവരോട് പറയും നിങ്ങൾ നുണ പറയരുത്. എന്നിട്ട് വീട്ടിലാരെങ്കിലും പിരിവാരോ വല്ലതും വന്നു കഴിഞ്ഞാൽ കുട്ടിയെടുത്ത് പറയും ഇവിടെ അച്ഛനമ്മ ഇല്ല എന്ന് പറഞ്ഞേക്ക്. അങ്ങനെ കുട്ടിയെ നുണ പറയിക്കുന്ന പാരൻസ് തന്നെ കുട്ടിയോട് പറയും നുണ പറയരുത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം അതോടൊപ്പം വീട്ടിൽ വൈകുന്നേരം 3-4 മണിക്കൂർ ഇരുന്ന് സീരിയൽ കാണുന്നതും അല്ലെങ്കിൽ ഈ TV ചാനലിൽ അന്തിച്ചർച്ചകൾ ഇരുന്ന് കാണുന്നതും ഇതെല്ലാം കാരണം വൈകുന്നേരങ്ങളിലുള്ള കോൺവെർസേഷൻസ് നമ്മുടെ വീടുകളിൽ ഇല്ലാതായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? മോൻ എപ്പോഴും മുറിയടച്ച് മൊബൈലും പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മോൾ എപ്പോൾ നോക്കിയാലും ഫോണിലാണ്. നിങ്ങളെവിടെയാണ്?
ഞാൻ സീരിയൽ കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ചാനൽ ചർച്ച കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ തന്നെ ഇരിക്കുകയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. പാരൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് കുറ്റം. സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. സോ നമ്മുടെ നാട്ടിലെ പാരൻസിന് തന്നെ ഈ മക്കളുടെ ബെസ്റ്റ് ഒരു 3 കൂട്ടുകാരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ പോലും കുട്ടികളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അവരാരുമായിട്ടാണ് ഇടപഴകുന്നത്, അവരുടെ ഫ്രണ്ട്സ് ആരാണ്, അവരെന്താണ് ചെയ്യുന്നത്, ഇത്തരം ധാരണകളൊന്നും പല പാരൻസിനും ഇല്ല. പിന്നെ ഒരു കുട്ടി ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള പഠിക്കുന്നത് പാരൻസിൽ നിന്ന് തന്നെയാണ്. നമുക്ക് തിയേറ്റർ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. തിയേറ്ററിൽ വരുന്ന പാരൻസ് ചെയ്യുന്നത് എന്താ? കുട്ടിക്ക് മൊബൈൽ ഫോൺ ഓൺ ആക്കി വെച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് സിനിമ കാണുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരതിനെക്കുറിച്ച് ബോധേഡല്ല. കുട്ടി കരയും, കുട്ടി കരയുമല്ലോ, കുട്ടികളെ കരയില്ലേ. ആ കുട്ടി ആദ്യമായി കരഞ്ഞപ്പോൾ തൊട്ട് ഇവർ കേൾക്കുന്നതാണ്. പക്ഷേ ആ തിയേറ്ററിൽ അടുത്തിരിക്കുന്ന ആൾ അങ്ങനെ ഒരു കുട്ടിയുടെ കരച്ചിലിനിടയിൽ ഒരു സിനിമ ആസ്വദിക്കാൻ കഴിവുള്ള ആളായിരിക്കില്ല. പക്ഷെ അതൊന്നും അവരെ ബോധേഡല്ല. സോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് എമ്പത്തറ്റിക്കലായോ സിമ്പത്തറ്റിക്കലായോ ചിന്തിക്കാതെ വളരെ സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്യുന്ന, പബ്ലിക്കിൽ ബിഹേവ് ചെയ്യുന്ന പാരൻസാണ് ഈ കുട്ടികളെ അപ്ബ്രിങ്ങിങ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഒരു മോശമായ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് വരിക കള്ളു കുടിച്ച് ബഹളം വയ്ക്കുന്ന അച്ഛൻ, അമ്മയെ തല്ലുന്ന അച്ഛൻ, ആ രീതിയിലുള്ള ചില വിഷ്വൽസാണ്. അതല്ല പ്രശ്നം. കമ്മ്യൂണിക്കേഷനേ ഇല്ലാത്ത വീടുകൾ തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് വീട്ടിൽ ഷെയർ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത പാരൻസ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്സിന് തന്നെ വലിയ പ്രശ്നമാക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. പിന്നെ നമ്മളുടെ കുട്ടിയുടെ കാര്യം ബന്ധുക്കളുടെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും മേനി പറഞ്ഞ് പിന്നെ അവരുടെ ആരെങ്കിലും നന്നായിട്ട് സ്കോർ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സംസാരത്തിൽ ഇത്തിരി നാണം കിട്ടി കഴിഞ്ഞാൽ ആ ബ്ലെയിം മൊത്തം കുട്ടിയുടെ നേർക്ക് വെക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പാരൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ എനർജി ലെവലിലുള്ള പിള്ളേർ അവരെ സപ്രസ് ചെയ്ത് അവരെ ദേഷ്യപ്പെടുത്തി കുറ്റപ്പെടുത്തി അവർക്കതൊന്നും തിരിച്ച് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഇത് പൈലപ്പായി അവസാനം പൊട്ടിത്തെറിക്കുന്നത് വേറെ വല്ല പിള്ളേരെ നെഞ്ചത്തായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ അക്രമവാസനയുള്ള കുട്ടികളിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പാരൻസിനും കൂടി ഉള്ളതാണ്. സോ ഇവിടെ പാരൻസിന് വേറെ കൗണ്ടർ കാര്യം പറയാം. ഒരു കുട്ടി രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്നു, അവൻ 10 മണിക്ക് കിടന്നുറങ്ങുന്നു. സോ ഈ ഒരു 16 മണിക്കൂർ ആണ് ഇവൻ ആക്റ്റീവായിട്ടുള്ളത്. ബാക്കി 8 മണിക്കൂർ അവൻ ഉറങ്ങുന്നു. ഈ 16 മണിക്കൂറിനുള്ളിൽ 10 മണി തൊട്ട് 4 മണി വരെ ഈ കുട്ടി സ്കൂളിലാണ്. ആക്റ്റീവായിരിക്കുന്ന സമയത്തിൽ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്, വീട്ടിലല്ല. അപ്പോൾ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കുന്ന ഘടകം സ്കൂളല്ലേ വീടിനേക്കാളും? അങ്ങനെ നോക്കുമ്പോൾ സ്കൂളിനും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഈ 90s കിഡ്സിനെയും 2K കിഡ്സിനെയും 2K10 കിഡ്സിനെയും എല്ലാം പഠിപ്പിക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ കുട്ടികളുടെ എല്ലാം അപ്ബ്രിങ്ങിങ്ങിലും പെരുമാറ്റത്തിലുമെല്ലാം നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 90s കിഡ്സിൻ്റെ സമയത്ത് അവരുടെ പാരൻസിൻ്റെ ഒന്നാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊക്കെ കണ്ടു വളർന്നവരാണ് 90s കിഡ്സിൽ കുറേയെങ്കിലും ആൾക്കാർ. പക്ഷേ ഈ ഒരു 2K കിഡ്സ് അല്ലെങ്കിൽ 2K10 കിഡ്സ് ജനിക്കുന്ന സമയത്ത് ഇവരെ പാരൻസിന് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ അധ്വാനിക്കേണ്ട അവസ്ഥയില്ല. പിന്നീട് അവർ ശ്രമിച്ചതെല്ലാം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. വീടാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമുള്ള വീട്, വീടിനകത്തുള്ള സൗകര്യങ്ങൾ, അതേപോലെ വാഹനം, ബൈക്കിന് പകരം കാറ്, അങ്ങനെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് അവരുടെ വരുമാനം അവർ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഈ കുട്ടികൾ ജനിച്ച് വളർന്ന സമയത്തൊന്നും ഇവർ ഈ ഒരു ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഈ കുട്ടികൾക്കില്ല. പക്ഷേ ഈ 90s കിഡ്സിനുണ്ട്. സോ 90s കിഡ്സ് കുറച്ചുകൂടെ ടഫറായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2K കിഡ്സ് അങ്ങനെ ഒരു ജീവിത സാഹചര്യം പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്കും ചിലപ്പോൾ വല്ലാതെ വിഷമം വരാം, ചെറിയ കാര്യത്തിന് അവർ വല്ലാതെ എക്സൈറ്റഡ് ആവാം, അവർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ബോറടിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ലൈഫിൽ നടക്കും. പക്ഷേ ഒരു 90s കിഡ്സ് അങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നുണ്ടാവുക. ഇനി 2K10 കിഡ് ആണെങ്കിൽ ആ കുട്ടിയുടെ സാഹചര്യം വളരെ മാറ്റമുള്ളതാണ്. അവരുടെ പാരൻസ് അവരെ ഒട്ടും ചീത്ത പറയാതെ വളരെ പാമ്പർ ചെയ്ത് വളർത്തിയിട്ടുള്ള ഒരു കുട്ടികളായിരിക്കാം. ഇല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യമായി അറ്റൻഷൻ കിട്ടാതെ വളർന്നു വന്ന കുട്ടികളായിരിക്കാം. ഇല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് വളർത്തിയ കുട്ടികളായിരിക്കാം. അവിടെ ഉള്ളൊരു ബിഹേവിയറും കാര്യങ്ങളും വേറെ രീതിയിലാണ്. സോ ഈ കുട്ടികളെല്ലാം ഓരോ 10 വർഷം കഴിയുമ്പോഴേക്കും ഇവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ മാറ്റമുണ്ട്. പിന്നെ ഓരോ വീട്ടിലെയും കുട്ടികൾ ഓരോ രീതിയിലാണ്. പക്ഷേ ഇവരെയൊക്കെ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ പഠിപ്പിക്കണേ. സോ ഈ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ ഒരു പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിലും പഠിപ്പിക്കുന്ന രീതിയിലുമൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരണ്ടേ. എന്നാലല്ലേ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പിന്നീട് അങ്ങോട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള എന്തെങ്കിലും ട്രെയിനിങ് കുട്ടികൾക്ക് കാര്യമായിട്ട് കിട്ടുന്നുണ്ടോ?
അതില്ല. സോ ഇവിടുത്തെ പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം, നമ്മളുടെ സിലബസ് ആയിക്കോട്ടെ, ഇവിടെ എങ്ങനെ പഠിപ്പിക്കണം എന്ന രീതിയിലായിക്കോട്ടെ, ഈ പഠിപ്പിക്കുന്ന അധ്യാപകരായിക്കോട്ടെ, അവരെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെയും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഒരു കുട്ടിയെ എങ്ങനെ സമൂഹത്തിന് പറ്റിയ രീതിയിൽ, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ പൗരബോധമുള്ള സിവിക് സെൻസ് ഉള്ള വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. സോ ഈ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം, ആ സിസ്റ്റത്തിലെ ഭാഗമായ ആൾക്കാരെല്ലാം ഇതിന് റെസ്പോൺസിബിളാണ്. ഇനി പഠിക്കുന്ന സ്ഥലത്തുള്ള വേറൊരു കാര്യം പറയാം. ഈ ടീനേജ് സമയത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വേണമെന്ന് തോന്നുന്ന ഒരു സമയമാണ്. കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് വേണം. നമ്മളൊരു കുട്ടി എന്ന ലെവലിൽ നിന്ന് മാറുകയും ചെയ്തു, പക്ഷെ ഒരു അഡൾട്ട് ആയിട്ടുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. വീട്ടിൽ നമ്മളടുത്ത് നീ കുട്ടിയാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ചില സമയത്ത് പറയും നീ കുട്ടിയല്ലല്ലോ, നീ വലുതായില്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയും ചെയ്യും. സോ ആ പിള്ളേർക്ക് ആ സമയത്ത് ഭയങ്കരമായ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. സോ ആ സമയത്ത് ഇവർക്ക് വേണ്ടത് ഒരു അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല. അതിനുവേണ്ടി ഇവർ ഗ്യാങ്ങുകളിൽ ചേരും. അതുകൊണ്ടാണ് അവിടെ പല ഗ്രൂപ്പുകളിലും ഇവർ കയറുന്നത്. അപ്പോൾ ഒരു ഗ്യാങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ പറയുന്ന കാര്യത്തിന് ഇവന് അക്സെപ്റ്റൻസ് ഉണ്ട്. ഇവൻ മറ്റുള്ളവർ പറയുന്നതും ഇവനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവർ ഒരുമിച്ച് കുറച്ച് സാഹസികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവനൊരു കിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാങ്ങിൽ നിൽക്കുന്ന ഒരുത്തന് വേറൊരാളെ പോയി ചൊറിഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ഗ്യാങ് ചോദിക്കാൻ വരും എന്നുള്ള ഉറപ്പും അവനുണ്ട്, ആ ഒരു ധൈര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗ്യാങ്ങിൽ ഈ ഒരു സ്വഭാവമുള്ള വെറുതെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടാവും. അവൻ പോയി ഏതെങ്കിലും ഒരു ഗ്യാങ്ങിനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, കിട്ടേണ്ടത് മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഗ്യാങ് മെമ്പറാണ്. അപ്പോൾ ഗ്യാങ്ങിൽ ഒരുത്തിന് പ്രശ്നം പറ്റിയാൽ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു കംഫർട്ട് സോൺ തരുന്ന നമ്മുടെ ഒരു ടെറിട്ടറിയാണ്. അപ്പോൾ അതിലൊരുത്തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചോദിക്കാൻ ചെല്ലണം. അങ്ങനെ ഇവരൊരു ഗ്യാങ് അടുത്തൊരു ഗ്യാങ്ങുമായിട്ട് ഉടക്കാൻ പോകുന്നു. ഇവർക്ക് ഡയറക്റ്റ്ലി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരുത്തൻ കാരണം അല്ലെങ്കിൽ ഒരുത്തി കാരണമാണ് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത്. പിന്നെ നടക്കുന്നത് തമ്മിത്തല്ലുകളാണ്. സോ ഒരു കുട്ടി അക്രമവാസന കാണിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കിടയിൽ അക്രമവാസന കൂടുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം? ഈ പറഞ്ഞതെല്ലാം ഇതിന് കാരണങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ സിനിമയെ ബ്ലെയിം ചെയ്യുന്നു? സിനിമ കാരണമാണ് അക്രമവാസന കൂടുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു? അതിന് കാരണം അത് എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഇതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് ചെന്ന് ഇത് സോൾവ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും പെടും. ഈ സിനിമയെ കുറ്റം പറയുന്ന ആൾക്കാരും പെടും, രാഷ്ട്രീയക്കാർ പെടും, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം പെടും, വിദ്യാർത്ഥികളുടെ പാരൻസ് പെടും, ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ പെടും, ഈ വിദ്യാലയങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് ആരൊക്കെയാണോ അവരെല്ലാവരും പെടും. ചുരുക്കത്തിൽ ഒരുപാട് പേര് പെടും. പക്ഷേ സിനിമയാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. സിനിമ ഒരു പോപ്പുലർ മീഡിയമാണ്. പക്ഷേ സിനിമാക്കാരെ കുറ്റം പറയുന്നത് കേൾക്കാൻ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. സോ വളരെ എളുപ്പമുള്ള പരിപാടി നേരെ സിനിമയിൽ ബ്ലെയിം ചെയ്യുക. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾ വഴിതെറ്റും. സോ സിനിമ കണ്ടിട്ടാണ് വഴിതെറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സുഖമുള്ളതുകൊണ്ട് ആൾക്കാരത് ഏറ്റെടുക്കുകയും ചെയ്യും. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നുള്ള ഫോക്കസ് പോവുകയും ചെയ്യും. ഇത് കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും ഉള്ളൊരു കാര്യം തന്നെയാണ്. യഥാർത്ഥ പ്രശ്നത്തിലെ റൂട്ട് കോസുകൾ എല്ലാവരെയും പെടുത്തും എന്നാവുമ്പോൾ മറ്റാരെങ്കിലും ബ്ലെയിം ചെയ്ത് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് 2K കിഡ്സും 90s കിഡ്സും തമ്മിലുള്ള ചീപ്പ് ഫൈറ്റായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ ഒരു ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച അവിടെ നടക്കില്ല. സോ ഈ ഫൈറ്റ് നിലനിന്നും പോകണം എന്നുള്ളതും ഇവിടെ പലരെയും ആവശ്യങ്ങളാണ്. സോ നിങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യൂ, നിങ്ങളിങ്ങനെ സിനിമയെ ബ്ലെയിം ചെയ്യൂ. യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അത് ചർച്ച ചെയ്യാനോ സൊല്യൂഷൻ ഉണ്ടാക്കാനോ ഇവിടെ ആരും ശ്രമിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ തുടരുകയും ചെയ്യും. സിനിമയെ ബ്ലെയിം ചെയ്ത് നമുക്കൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ക്രൈമുകൾ കുറയാനൊന്നും പോകുന്നില്ല. ഈ സിറ്റുവേഷൻ മാറ്റം വരണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് കോസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതില്ലാതാക്കാനായിട്ട് വളരെ ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായേ തീരുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.